തൃശൂർ ഒല്ലൂരിലെ വിശുദ്ധ ഏവുപ്രാസ്യ അതിരൂപത തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ ഏവുപ്രാസ്യമ്മയുടെ തിരുനാൾ ആഘോഷിച്ച് വിശ്വാസികൾ. സ്നേഹത്തിന്റെയും ലളിതജീവിതത്തിന്റെയും മാതൃകയായിരുന്നു ഏവുപ്രാസ്യമ്മ. കണ്ടുമുട്ടുന്ന എല്ലാവരോടും മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന് ഏവുപ്രാസ്യമ്മ പറയുമായിരുന്നു. ഇന്ന് കർത്താവിന്റെ പുണ്യാരാമത്തിലേക്ക് വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറിയ ഏവുപ്രാസ്യമ്മയുടെ തിരുനാൾ ആചരിക്കുകയാണ് ആഗോളസഭ. തിരുനാൾ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ഓഗസ്റ്റ് 28-ന് വൈകിട്ട് കൂടുതുറക്കൽ ശുശ്രൂഷയും രൂപം എഴുന്നള്ളിപ്പും നടന്നിരുന്നു. ലതീഞ്ഞ്, പാട്ടുകുർബാന, നൊവേന എന്നീ തിരുക്കർമ്മങ്ങൾക്കു ശേഷം ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസ് മാളിയേക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൂടുതുറക്കൽ. ആയിരങ്ങൾ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാനെത്തിയിരുന്നു. തിരുനാൾ ദിനമായ ഓഗസ്റ്റ് 29-ന് രാവിലെ 10-ന് നടന്ന ആഘോഷമായ ദിവ്യബലിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസ് വല്ലൂരാൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോൺ പുത്തൂർ, ഫാദർ ഷിൻഡോ മാറോക്കി എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് ഒല്ലൂർ മേരിമാതാ പള്ളിയിലേക്ക് ജപമാല പ്രദക്ഷിണം നടത്തപ്പെട്ടു. ഉച്ചകഴിഞ്ഞ് 3-ന് നടന്ന വിശുദ്ധ കുർബാന, നൊവേന എന്നിവയ്ക്ക് ഫാദർ സ്റ്റാൾസൺ കള്ളിക്കാടൻ മുഖ്യ കാർമ്മികനായി. വൈകിട്ട് 5-ന് നടന്ന ലതീഞ്ഞ് ആഘോഷമായ തിരുനാൾ കുർബാന, നൊവേന, തിരുശേഷിപ്പ് വണക്കം എന്നിവയ്ക്ക് ഫാദർ ജെയ്സൺ വടക്കൻ കാർമ്മികത്വം വഹിച്ചു. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ ഊട്ടുനേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 5-നാണ് 8-ാമിടം. വിശുദ്ധ ഏവുപ്രാസ്യമ്മയുടെ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനും വിശുദ്ധയുടെ മധ്യസ്ഥം തേടുന്നതിനുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഒല്ലൂരിൽ എത്തിച്ചേർന്നത്. ഏവുപ്രാസ്യമ്മ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ 10-ാം വാർഷികവും അതേസമയം ഒല്ലൂർ മഠസ്ഥാപനത്തിന്റെയും ഏവുപ്രാസ്യമ്മയുടെ നിത്യവ്രത വാഗ്ദാനത്തിന്റെയും 125 വർഷം തുടങ്ങിയ പ്രത്യേകതകളും 2024-ലെ തിരുനാളിനെ വേറിട്ടതാക്കി മാറ്റിയെന്ന് ഒല്ലൂർ മഠത്തിലെ സന്യസ്തരും ഷെക്കിന ന്യൂസിനോട് പങ്കുവച്ചു. വിശുദ്ധ ഏവുപ്രാസ്യമ്മയുടെ തിരുനാൾ ഇത് 18-ാമത് തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഈ വർഷത്തിന് ഒരു വലിയ പ്രത്യേകതയും കൂടിയുണ്ട്. ഏവുപ്രാസ്യമ്മ വിശുദ്ധിയായിട്ട് 10-ാമത്തെ വർഷം, അതുപോലെ തന്നെ ഇവിടെ വന്ന് ഈ മഠസ്ഥാപനത്തിൻ്റെ 125-ാം വർഷം, അതിനോടൊപ്പം തന്നെ ഏവുപ്രാസ്യമ്മ നിത്യവ്രതം ചെയ്തിട്ട് 125-ാം വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു സന്തോഷത്തിൻ്റെയും കൂടി വർഷമാണ്. വളരെ വിപുലമായ പരിപാടികളാണ് നമ്മൾ ക്രമപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ജൂൺ തുടങ്ങി നമ്മളിതിൻ്റെ പരിപാടികൾ ആരംഭിച്ചു. ഏവുപ്രാസ്യമ്മ മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും അവർക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കുവാനും ഏറെ സ്നേഹത്തോടുകൂടി അവരെ കേൾക്കുവാനും സദാ സന്നദ്ധയായിരുന്നു. അമ്മ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും ഏവർക്കും മാതൃക നൽകുവാനും സന്നദ്ധയായിരുന്നു. ഏവുപ്രാസ്യമ്മ മരിച്ചാലും മറക്കാത്ത ആ ഒരു വാക്ക് ഇന്നും അനുഭവവേദ്യമാക്കിക്കൊണ്ട് തന്നെ ഈ തിരുഹൃദയത്തിലെ അഭയമായിരുന്ന അല്ലെങ്കിൽ തിരുഹൃദയത്തിൻ്റെ സ്നേഹമായിരുന്ന ഏവുപ്രാസ്യമ്മയുടെ അതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ കിടാവിളക്ക് ഇവിടെ കത്തിച്ച് വെച്ചിരിക്കുക. കിടാവിളക്ക് എന്നും ഈശോയുടെ സ്നേഹത്തെ പ്രതി കത്തിയേരുന്ന ഒരു ഹൃദയം എനിക്ക് വേണം എന്നുള്ള ആ ഒരു ദാഹത്താലാണ് അമ്മ അങ്ങനെ പ്രാർത്ഥിക്കാറുള്ളത്. അങ്ങനെ അതിൻ്റെ പ്രതീകമായിട്ടും ഈ വിളക്കിലെ എണ്ണ തൊട്ട് പ്രാർത്ഥിക്കുന്നവർക്കും അതിൻ്റെ ശക്തി കൂടുതലായിട്ട് അനുഭവിച്ചറിയാനായിട്ടും ഇടവന്നിട്ടുണ്ട്. അതിന് പലപ്പോഴും സാക്ഷിയായി തീർന്നിട്ടുമുണ്ട്. ഉദ്ഘാടനം ചെയ്ത് CMC സന്യാസിനി സമൂഹത്തിലെ അംഗമായിരുന്ന് ഇന്ന് തിരുസഭയിലും ലോകം മുഴുവനിലും അറിയപ്പെടുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് വിശുദ്ധ ഏവുപ്രാസ്യമ്മ. അപ്പോൾ ഏവുപ്രാസ്യമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് 4 വരി പാട്ടാണ് ഓർമ്മ വരുന്നത്. പാവനമാം ജീവിതത്താൽ പ്രാർത്ഥിക്കും നന്മ ചൊല്ലി മരിച്ചാലും മറക്കില്ലാട്ടോ, നന്മ നിറയും ഹൃദയത്താൽ നന്ദിയോടൻ അമ്മ ചൊല്ലി മരിച്ചാലും മറക്കില്ലാട്ടോ, മരിച്ചാലും മറക്കില്ലാട്ടോ. ഷെക്കിന ന്യൂസ്, തൃശൂർ.